മാന്യശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ഇവിടെ US ഡിട്രോയിറ്റിൽ വന്നതിന് ശേഷം കുറേ ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പ്രഭാഷണങ്ങൾ ഓഡിയോയെ വീഡിയോ ആക്കി മാറ്റി അപ്ലോഡ് ചെയ്യുന്ന പ്രഭാഷണങ്ങൾ പലതും ഇവിടെ കണ്ടതും കേട്ടതും ഇവിടെ കണ്ട ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. നേരിട്ട് വീഡിയോയിലൂടെ പറയുന്ന ആ ഇഫക്റ്റ് ലഭിക്കുന്നില്ല എങ്കിലും ഒരുപക്ഷെ അല്പസ്വല്പം കുറവുകൾ ഉണ്ടാകാമെങ്കിലും എനിക്ക് സാധിക്കുന്ന വിധത്തിൽ ഈ ചെറിയ ഉപകരണം ഉപയോഗിച്ച് ഇത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഒരു വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജും ചെറുപ്പക്കാരും പ്രായമായവരുമായിട്ടുള്ള ആയിരക്കണക്കിന് എനിക്കറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും പുറകിൽ നിൽക്കുന്നവരും കർട്ടൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും കർട്ടൻ്റെ പുറകിൽ നിൽക്കുന്നവരുമായിട്ടുള്ള ആയിരക്കണക്കിന് യുവാക്കളും അതുപോലെ പ്രായമായവരും അതിനിടയ്ക്കുള്ളവരും എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഈ പൈതൃകത്തോടും ഹിന്ദു ധർമ്മത്തോടുമുള്ള ചൈതന്യവൽക്കരണം, അതിൻ്റെ റിസൾട്ടും റിവാർഡും എവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുവോ കേൾക്കാൻ സാധിക്കുന്നുവോ അത് ആത്മസംതൃപ്തിയുടെ പരമകാഷ്ഠയിലെത്തിക്കുന്നു എന്നുള്ളത് സാധിക്കുന്നിടത്തോളം കണ്ടതും കേട്ടതിൻ്റെയും ചർച്ച ചെയ്തതിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തി വിവരണാതീതമാണ്. അതേപോലെ തന്നെ ഈ കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വേളയിലുണ്ടാകുന്ന ചെറിയ ചെറിയ വിമർശനങ്ങൾ അത് അഭിനന്ദനത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ കാരണം അടുത്ത ദിവസത്തെ യൂട്യൂബിൽ പ്രഭാഷണത്തിന് വേണ്ടി ഒരു വിഷയം അന്വേഷിച്ച് പോവേണ്ട കാര്യം വരുന്നില്ല. ഈ വിമർശനത്തിനകത്ത് തന്നെ അടുത്ത ദിവസത്തെ ക്ലാസ് എടുക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് അഭിനന്ദനത്തേക്കാൾ കൂടുതൽ ആദരിക്കുന്നത് വിമർശനത്തെയും എതിർപ്പിനെയുമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അങ്ങനെ ലഭിക്കുന്ന ആ ഒരവസരമാണ് ഈ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതി ഇത്ര വരെയും ഇവിടെ നിന്ന് ലഭിച്ചത്. ആ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക അവരുടെ സമ്മേളനം വെറും ഒരു സമ്മേളനമാകാതെ ഭാരതീയ ആത്മീയതയുടെ 33% എന്ന് വേണമെങ്കിൽ പറയാം, ഭാരതീയ ഭൗതികതയുടെ ഇപ്രാവശ്യം ഇവിടെ അനവധി ഇൻഡസ്ട്രികളെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും ക്ലാസ് എടുപ്പുകളും ഉണ്ടായിരുന്നു. ശരിക്ക് ഇന്ന് ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വീക്ഷണത്തോടു കൂടി തന്നെ ഹിന്ദു ധർമ്മത്തിൽ സയൻസും ടെക്നോളജിയും എത്രത്തോളം ഭംഗിയായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രത്യക്ഷമായിട്ട് തെളിയിക്കുന്ന വിധത്തിൽ ഓട്ടോമൊബൈൽസിനെയും ഓട്ടോമോട്ടീവ്സിനെയും മറ്റ് പല ഇൻഡസ്ട്രികളെയും കുറിച്ചുള്ള ക്ലാസ്സുകൾ അത് കേൾക്കാനുള്ള ആൾക്കാർ തയ്യാറായിരുന്നത് കൊണ്ട് ഉണ്ടായിരുന്നു. പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ വിളിച്ചിട്ടാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഭൗതികമായിട്ടുള്ള ഹൈന്ദവ ജനതയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അവസരം ഒരുക്കുന്ന വിധത്തിൽ ആത്മീയവും 1/3, ഭൗതികവും 1/3, അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള യൂത്ത് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവരുടെ കലാഭിരുചി ഏതെല്ലാം വിധത്തിലുള്ളതുണ്ടോ അത് മുഴുവനും പ്രദർശിപ്പിച്ച് ഒരു തരത്തിലൊരു ചെറിയ കോമ്പറ്റീഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കൂടി ശക്തമായിട്ട് അത് പഠിക്കാനും പഠിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും സാധിക്കുന്ന വിധത്തിൽ അവരെ അവസരം നൽകിയിട്ട് വളർത്തുന്ന വിധത്തിൽ KHNA വളർന്നിരിക്കുന്നു. ഇതുകൂടാതെ ഇപ്രാവശ്യം 18 വർഷത്തിൽ 9ാമത്തേതായിട്ടുള്ള KHNAയുടെ മീറ്റിങ്ങിൽ കണ്ട ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള വസ്തുത, ക്ഷേത്ര കലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സർവ്വതും അവരെ ഈ അമേരിക്കയിലേക്ക് ടിക്കറ്റ് കൊടുത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ച് അത് പ്രദർശിപ്പിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു അസാധാരണ ഇമ്പാക്റ്റ് ഉണ്ടാകത്തക്ക വിധത്തിൽ തെയ്യവും കഥകളിയും ഓട്ടംതുള്ളലും വില്ലടിച്ചാൻ പാട്ടും മുതൽക്ക സകലതും തിരുവാതിരക്കളി എല്ലാം അതിലേറ്റവും എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് തന്നെ അത് നടത്തിച്ച് ഇതാണ് എന്ന് കാണിച്ചു കൊടുത്ത് നമ്മുടെ ക്ഷേത്ര കലകൾ എത്രത്തോളം സമകാലീന പ്രസക്തവും ഉജ്ജ്വലവും സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതുമാണെന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ആ അവസരം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന ഒരു വലിയ മാറ്റത്തിന് ഇവിടെ വിധേയമാവുന്നത് കണ്ടു. ഇന്ന് ഈ കൊടിയിറങ്ങുമ്പോൾ, അതായത് അമേരിക്കൻ സമയം ജൂലൈ 4-ാം തീയതി, അമേരിക്കയുടെ നാഷണൽ ഡേ ആണെന്ന്, ജൂലൈ 4-ാം തീയതി
ഒരു 11 മണിക്ക് കൊടിയിറങ്ങുമ്പോൾ അവിടെയും ഒരു 100-300 വ്യക്തികൾ, സാധാരണ 8-10 വ്യക്തികൾ മാത്രം അവസാനിക്കുന്നതിൽ നിന്ന് മാറി 100-300-400 വ്യക്തികൾ പങ്കെടുക്കുകയും തെയ്യത്തിൻ്റെ ധന്യമായിട്ടുള്ള വിവരണങ്ങൾ ഒരു 2 മണിക്കൂർ അവിടെ നടക്കുകയും അതിനുശേഷം കൊടിയിറക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഈ 3-4 ദിവസം ഹൈന്ദവ ജനത ഒരുമിച്ച് ചേർന്ന് അവർക്ക് അനുഭവിക്കാൻ സാധിച്ച ധന്യമായ അനുഭൂതിയുടെ ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങിലൂടെ എന്താണോ നമ്മുടെ വേദം പ്രാർത്ഥിക്കുന്നത്, സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ, നമുക്ക് ഒരുമിച്ച് നിലനിൽക്കാം, കർമ്മബലം ഒരുമിച്ച് അനുഭവിക്കാം, പ്രോജ്വലരാകാനായിട്ട് നിരന്തരം പ്രവർത്തിക്കാൻ, നമുക്ക് ആരോടും വിദ്വേഷമില്ലാത്ത വിധത്തിൽ ചൈതന്യവത്തും ഊർജ്ജസ്വലരുമായി തീരാമെന്ന് പറയുന്ന ആ മന്ത്രത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് 2 സ്ഥലത്ത് അടുത്ത പ്രാവശ്യം KHNAയുടെ മീറ്റിംഗ് നടത്താൻ അതിയായ ആഗ്രഹത്തോടുകൂടി മുമ്പോട്ട് വന്നവർ ഞങ്ങളുടെ അവിടെ തന്നെ സമുജ്വലമായിട്ട് നടത്തണമെന്ന് തീരുമാനിക്കുന്നതിലുണ്ടായ ആകർഷകമായിട്ടുള്ള ഇച്ഛാശക്തി ഇലക്ഷനിലൂടെ ന്യൂജേഴ്സിയിലേക്ക് അടുത്തതിൻ്റെ പിന്നത്തെ വർഷം നടത്താനുള്ള അവസരം കൊടുത്ത് ഒരു ഉജ്ജ്വലരായ ന്യൂറോളജിസ്റ്റ് ലേഡി അതിൻ്റെ ഡോക്ടർ അതിൻ്റെ ചാർജ് കൊടുത്തിട്ട് ഇങ്ങനെ വന്ന് ഈ KHNAയുടെ മീറ്റിംഗ് ഇത്ര ഗംഭീരമായിട്ട് നടന്നു എന്ന് മാത്രമല്ല, ഹിന്ദു 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 ഹൈന്ദവം 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 എന്ന വാക്കുകൾ രാവിലെ 4:30 മുതൽക്ക് രാത്രി 11:30 വരെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹിന്ദു എന്ന വാക്ക് തന്നെ വർഗീയമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ മുമ്പിൽ അത് തന്നെ നിരന്തരം ഉപയോഗിച്ച് മുസ്ലിം ലീഗും വർഗീയമല്ല, ക്രിസ്ത്യാനികളും കേരള കോൺഗ്രസും വർഗീയമല്ല, ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചാൽ അത് മതേതരത്വത്തിനെതിരും വർഗീയവുമാണ് എന്ന ധാരണ 100% ഇല്ലാതെയാക്കാൻ ഹിന്ദു എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് KHNA അതിഗംഭീരമായിട്ട് അവരുടെ ഈ 4 ദിവസത്തെ ഈ സമ്മേളനം അവസാനിപ്പിച്ചപ്പോൾ കേരളത്തിലെ ഹൈന്ദവ ജനതയ്ക്ക്, ഭാരതത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് മാതൃകയായിക്കൊണ്ട് അമേരിക്കയിലെ തെക്കേ അറ്റം മുതൽക്ക് വടക്കേ അറ്റം വരെയും മെക്സിക്കോയും കാനഡയും അതുപോലെ കിഴക്കേ അറ്റം മുതൽക്ക് പടിഞ്ഞാറേ അറ്റം വരെയും പസഫിക് ഓഷ്യൻ മുതൽക്ക് അറ്റ്ലാന്റിക് ഓഷ്യൻ വരെയുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഹൈന്ദവ ജനത ആബാലവൃദ്ധം വന്ന് 3 മാസം മുമ്പ് രജിസ്ട്രേഷൻ സാവധാനത്തിൽ തുടങ്ങിയെങ്കിലും 1 മാസം മുമ്പ് രജിസ്ട്രേഷൻ്റെ അസാധാരണ പ്രവാഹം കൊണ്ട് അത് നിർത്തേണ്ടി വന്ന ലെവലിലേക്ക് പ്രതികരണം ഉണ്ടാവുകയും ഹിന്ദു ജനത ഹൈന്ദവ ജനത എത്ര ഉജ്ജ്വലമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് കാണുകയും ചെയ്തു. ഇന്നലെ ഇൻസിഡൻ്റലി എൻ്റെ ഒരു പ്രഭാഷണം, യഥാർത്ഥത്തിൽ 11 മണിക്ക് എനിക്ക് പ്രഭാഷണം അലോട്ട് ചെയ്തിരുന്നില്ല, എങ്കിലും 11 മണിക്ക് ആരെല്ലാമോ ചേർന്ന് കുറേ ചോദ്യം ചോദിക്കാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു വലിയ ഹാളിൽ അവരെ ഇരുത്തി ക്ലാസ് എടുക്കാൻ തുടങ്ങി. 11 മണിക്ക് ഈ 3-4 പേർക്ക് അവരുടേതായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് 11:10 ആയപ്പോഴത്തേക്കും ആ ഹാളിൽ 450-ൽ പരം വ്യക്തികൾ നിറയുകയും അവർക്ക് 11:10 മുതൽക്ക് 1:25 വരെ ക്ലാസ് എടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അവിടെ ലഞ്ച് ആരംഭിക്കുന്നത്. അതിനെ എല്ലാത്തിനെയും മാറ്റിവെച്ച് 1:25 വരെയും ആചാരങ്ങളെക്കുറിച്ചുള്ള സയൻറ്റിഫിക് വിവരണം 100 കണക്കിന് വ്യക്തികൾ, 400-ൽ പരം വ്യക്തികൾ പങ്കെടുത്തതിൽ 10, 35, 40 പേര് കാർഡിയോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും ഡോക്ടർമാരും ടോപ്പ് മെഡിക്കൽ പ്രൊഫഷണൽമാരും ഇരുന്ന് അത് കേൾക്കുകയും അതിൽ പല ഡോക്ടർമാരും വന്ന് പറയുകയും ചെയ്തു, ഒരു കുറച്ചു കാലം മുമ്പ് ഈ പ്രഭാഷണം കേട്ടിരുന്നെങ്കിൽ രോഗികളെ ചികിത്സിക്കുന്നതിൽ കുറേ കൂടി പക്വതയും പാകതയും വരുത്താമായിരുന്നു, എങ്കിലും ഇനി മുതൽക്ക് അങ്ങ് പറഞ്ഞത് ഞങ്ങൾ ജീവിതത്തിൽ പകർത്തുമെന്ന് അസന്നിഗ്ധമായിട്ട് പറയാനും ധന്യമായിട്ട് ഞങ്ങളെല്ലാം യൂട്യൂബ് കാണുന്നുണ്ടെന്ന് പറയാനും ഇനിയും ആ സന്ദേശം എടുക്കുമെന്ന് പറയാനും ഇല്ലാത്ത സമയം ഉണ്ടാക്കി, ഇല്ലാത്ത പ്രോഗ്രാം ഉണ്ടാക്കി ഉള്ളവരെ അങ്ങ് വെറുതെ സംസാരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ സംഖ്യ 400-ൽ പരം എത്തുകയും ധന്യമായിട്ട് നമ്മുടെ പൈതൃകം എങ്ങനെ അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും സാധിച്ചു. ഈ KHNAയുടെ മീറ്റിംഗ് പോലെ ലോകമെമ്പാടും ഹിന്ദുക്കൾ ഒന്ന് വിചാരിച്ചാൽ സംഘടിക്കാൻ സാധിക്കും, ഒരു സംശയവും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂലെടുത്ത് തൂത്തുവാരാൻ ഒരു മടിയും കാണിക്കാത്ത, അതേ സമയത്ത്
ഈ 1300 പേരെ സ്റ്റേജിൽ കയറി അഭിസംബോധന ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച, ഒരു തരത്തിലും ഒന്നിലും ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ പോകാൻ ചങ്കൂറ്റം കാണിച്ച സുരേന്ദ്രൻ നായരെ പോലെ സാധാരണക്കാരായ വ്യക്തിയുടെ നേതൃത്വത്തിൽ ആരും ആരെയും പരിധിക്കപ്പുറം പ്രൊജക്റ്റ് ചെയ്യാതെ ആളാവാനായിട്ട് മുമ്പിൽ ബാഡ്ജും കുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെയും കാണാൻ സാധിക്കാത്ത വിധത്തിൽ മറ്റ് സംഘടനകൾക്ക് പോലും മാതൃകയാകാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു KHNA സമ്മേളനം സമാപിച്ചു എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഈ ചെറിയ പെട്ടിയിലൂടെ അത് വിവരിച്ച് കേൾപ്പിക്കുമ്പോൾ മനസ്സിന് തോന്നുന്ന ആത്മസംതൃപ്തി വിവരണാതീതമാണ്. എങ്കിലും നിങ്ങളിൽ പലർക്കും ഇവിടെ വരാൻ സാധിച്ചില്ല. വന്നവർക്കും പലതും ഇതേ രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒബ്സർവ് ചെയ്തതും വന്നതും കണ്ടതും കേട്ടതും കൂടി ചേർത്ത് ഒരു ചെറിയ ഇൻഫർമേഷനായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആനന്ദ അനുഭൂതി വിവരണാതീതമാണ്. പ്രണാമം, നമസ്കാരം.